നമസ്കാരം. അത്യാവശ്യം നല്ല രീതിയിൽ സർവീസ് ലഭിക്കുന്ന, തെറ്റില്ലാത്ത ബിൽഡ് ക്വാളിറ്റി ഉള്ള, അതുപോലെ തന്നെ ഒരു ഫുൾ ചാർജിൽ ചുരുങ്ങിയത് 100 കിലോമീറ്ററെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു സാധാരണക്കാരന് താങ്ങാവുന്ന വിലയോട് കൂടിയ ഒരു ബ്രാൻഡഡ് ഇലക്ട്രിക് സ്കൂട്ടർ ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? 2025 ഓഗസ്റ്റ് 28 ടി വി എസ് അവരുടെ പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓർബിറ്റർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇത് ടി വി എസിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ ലൈനപ്പിലെ ഏറ്റവും വില കുറഞ്ഞ മോഡലാണ്. സാധാരണക്കാരെ ലക്ഷ്യമിട്ടിറക്കിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇലക്ട്രിക് സ്കൂട്ടർ. ഒരു പ്രൊഡക്റ്റ്, അത് ഏത് പ്രൊഡക്റ്റ് ആയാലും ശരി, അതേ കാറ്റഗറിയിൽ പെടുന്ന മറ്റ് പ്രൊഡക്റ്റുകളെക്കാൾ വില കുറച്ച് ഒരു കമ്പനിക്ക് വിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരതിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവും. ശരിയല്ലേ? ടി വി എസ് ഓർബിറ്ററിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ. അതിന്റെ കൂടെ തന്നെ ഈ വണ്ടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി ഇവർ എന്തൊക്കെ കോംപ്രമൈസ് ആണ് ചെയ്തതെന്നും കൂടി നമുക്ക് നോക്കാം. ടി വി എസ് ഓർബിറ്ററിന്റെ ഈ ഒരു ബോക്സി ഡിസൈൻ കാണുമ്പം ഏത്തറിസ്തയുടെയും അതുപോലെ തന്നെ ഗോഗോറോ ഇലക്ട്രിക് സ്കൂട്ടറിന്റെയും രൂപസാദൃശ്യം പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ശരിയല്ലേ? എന്തായാലും എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ തന്നെയായാലും ടി വി എസ് ഇത് അവരുടെ പുതിയ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുടെ ഭാഗമായിട്ട് കാര്യമായിട്ട് ഇവർ ചെയ്തിരിക്കുന്നത് മോട്ടോറിന്റെ പവർ കുറച്ചു എന്നുള്ളതാണ്. 2.5 കിലോ വാട്ട് മാക്സിമം പവർ നൽകാൻ സാധിക്കുന്ന BLDC ഹബ് മോട്ടറാണ് ടി വി എസ് ഓർബിറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രേഡിബിലിറ്റിയും കുറവാണ്. വണ്ടിക്ക് എത്രത്തോളം കയറ്റം കയറാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു കണക്കാണ് ഈ ഗ്രേഡിബിലിറ്റി കേട്ടോ. 7 ഡിഗ്രിയാണ് ഗ്രേഡിബിലിറ്റി. എക്കോ, സിറ്റി എന്നീ 2 റൈഡിംഗ് മോഡുകളുള്ള ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് 68 km/h ആണ്. അതേപോലെ തന്നെ റിവേഴ്സ് മോഡും ഉണ്ട്. ഒരു സിറ്റിയിൽ വണ്ടി ഓടിക്കാൻ ഇത്രയും സ്പീഡ് ധാരാളവുമാണ്, അതുപോലെ തന്നെ സേഫുമാണ് അല്ലേ? പക്ഷേ ആക്സിലറേഷൻ വളരെ കുറവാണ്. 0 മുതൽ 40 km/h സ്പീഡ് മറികടക്കാൻ 6.8 സെക്കൻഡ്സ് ആണ് വേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 3.1 kWh ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫുട് ബോർഡിന്റെ താഴെ ഫിക്സ് ചെയ്ത സിംഗിൾ പാക്ക് ബാറ്ററിയാണ്. ഞാനിത് സിംഗിൾ പാക്ക് ബാറ്ററി ആണെന്ന് പറയാൻ ഒരു കാരണമുണ്ട് കേട്ടോ. അതായത് ടി വി എസ് iQube ടോപ്പ് വേരിയന്റുകൾക്ക് 2 ബാറ്ററി പാക്കുകൾ ഉണ്ടായിരുന്നു. ഒന്ന് സീറ്റിന്റെ അടിയിൽ മുൻവശത്തും മറ്റൊന്ന് ഫുട് ബോർഡിന്റെ താഴെയും. ഈ വണ്ടിയുടെ കൂടെ ലഭിക്കുന്ന 650 വാട്ട്സ് ചാർജർ ഉപയോഗിച്ച് 3.1 kWh ലിഥിയം അയൺ ബാറ്ററി 0 മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ ഏകദേശം 4 മണിക്കൂർ 10 മിനിറ്റ് ആണ് വേണ്ടത്. അതേപോലെ ബാറ്ററി 0 മുതൽ 100% വരെ, അതായത് ഫുൾ ചാർജ് ചെയ്യാൻ 6 മണിക്കൂറുമാണ് വേണ്ടത്. ഈ ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ 158 കിലോമീറ്റർ IDC റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. അവർ പറയുന്ന IDC റേഞ്ച് ഒന്നും നമുക്ക് കിട്ടില്ലെങ്കിലും നമ്മുടേതായ രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30% കുറവാണ് പൊതുവേ നമ്മൾ മറ്റ് ബ്രാൻഡുകളിൽ, അതായത് കൂടുതൽ വണ്ടികളിലും നമ്മൾ കണ്ടുവരാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓർബിറ്ററിൽ ഏകദേശം 110 കിലോമീറ്റർ ട്രൂ റേഞ്ചാണ് പ്രതീക്ഷിക്കേണ്ടതെങ്കിലും ഓർബിറ്ററിന്റെ മോട്ടോർ പവർ കുറവായതുകൊണ്ട് ഒരു 120 മുതൽ 125 കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ ഒന്നുകൂടി ശ്രദ്ധിച്ച് ഓടിക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും ലഭിക്കാം. അതേപോലെ ബജറ്റ് ഫ്രണ്ട്ലിയുടെ ഭാഗമായിട്ട് ഇവർ ചെയ്ത മറ്റൊരു കാര്യം ഡിസ്ക് ബ്രേക്സ് നൽകിയില്ല എന്നതാണ്. മുന്നിലും പിന്നിലും ഡ്രം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. 68 km/h മാക്സിമം സ്പീഡുള്ള ഒരു വണ്ടിക്ക് ഡിസ്ക് ബ്രേക്ക് ഇല്ലെങ്കിലും നമ്മൾ അങ്ങനെ കാര്യമായിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ? മുന്നിൽ 14 ഇഞ്ചസിന്റെ വലിയ അലോയ് വീലും പിന്നിൽ 12 ഇഞ്ചസിന്റെ അലോയ് വീലുമാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 112 കിലോഗ്രാം ഭാരം വരുന്ന ഈ വണ്ടിയുടെ ലോഡിംഗ് കപ്പാസിറ്റി 150 കിലോഗ്രാം ആണ്. ഇനിയിപ്പോൾ നമ്മൾ സസ്പെൻഷന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മുന്നിൽ ടെലിസ്കോപ്പിക്കും പിന്നിൽ ഡുവൽ സ്പ്രിംഗ് കോയിൽ സസ്പെൻഷനുമാണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്ന അത്യാവശ്യം വലിയ 845 മില്ലിമീറ്റർ നീളമുള്ള ഫ്ലാറ്റ് സീറ്റാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. സ്പോർട്ടി, കൺവെൻഷനൽ എന്നീ 2 ഗ്രാബ് റെയിൽ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 295 മില്ലിമീറ്ററിന്റെ അത്യാവശ്യം വലിയൊരു ഫുട് ബോർഡാണ് ഇതിൽ വരുന്നത്. 165 മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അണ്ടർ സീറ്റ് സ്റ്റോറേജ് 34 ലിറ്റർ ആണ്. 2 ഹാഫ് ഫേസ് ഹെൽമെറ്റ് വെക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നിലവിൽ 3.1 kWh ബാറ്ററി പാക്കുള്ള ഈ ഒരു വേരിയന്റിൽ മാത്രം ഇറങ്ങുന്ന ടി വി എസ് ഓർബിറ്റർ 6 കളറുകളിൽ ലഭ്യമാണ്. നിയോൺ സൺബേസ്റ്റ്, സ്ട്രാറ്റോസ് ബ്ലൂ, ല്യൂനാർ ഗ്രേ, സ്റ്റെല്ലർ സിൽവർ, കോസ്മിക് ടൈറ്റാനിയം, മാർട്ടൈൻ കോപ്പർ. ഇതിൽ 3 സിംഗിൾ കളറും 3 ഡുവൽ ടോൺ കളറും ഉൾപ്പെടും. 5.5 ഇഞ്ചസിന്റെ കളർ LCD ഡിസ്പ്ലേയോട് കൂടി വരുന്ന ടി വി എസ് ഓർബിറ്ററിന്റെ സ്മാർട്ട് ഫീച്ചേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മൊബൈൽ കണക്ടിവിറ്റി, OTA അപ്ഡേറ്റ്സ്, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, ഇൻകമിംഗ് കോളും SMS-ഉം നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. പിന്നെ ക്രൂസ് കൺട്രോൾ, ഹിൽ ഹോൾഡ്, റിവേഴ്സ് പാർക്കിംഗ് അസിസ്റ്റ്, ജിയോ ഫെൻസിംഗ്, ടൈം ഫെൻസിംഗ്, ക്രാഷ് ഫാൾ അലേർട്സ്,
ആൻറ്റി തെഫ്റ്റ് ആൻഡ് ടോയിങ് അലേർട്സ്, ലൈവ് ലൊക്കേഷൻ ട്രാക്കിംഗ് ഇതെല്ലാം ലഭ്യമാണ്. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് USB ചാർജിങ് പോർട്ടും മുന്നിൽ ഹാൻഡിലിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മൊബൈൽ വെക്കാനും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യമായിട്ട് അറിയാനുള്ളത് ഈ വണ്ടിയുടെ വിലയും വാറണ്ടിയുമാണ് അല്ലേ. PME ഡ്രൈവ് സബ്സിഡി 5000 രൂപ ഇപ്പോഴും ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. TVS ഓർബിറ്ററിന്റെ എക്സ് ഷോറൂം വില വരുന്നത് 1 ലക്ഷം രൂപയാണ്. ഇത് സബ്സിഡി കുറച്ചതിന് ശേഷമുള്ള വിലയാണ്. വണ്ടി റോഡിൽ ഇറങ്ങുമ്പോഴേക്കും രജിസ്ട്രേഷൻ, ടാക്സ്, ഇൻഷുറൻസ് എല്ലാം അടക്കം നമ്മൾ ഏകദേശം 1,18,000 രൂപയ്ക്ക് അടുത്ത് നൽകേണ്ടി വരും. 3 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ ആണ് കമ്പനി ഈ വണ്ടിക്ക് വാറണ്ടി നൽകിയിരിക്കുന്നത്. എക്സ്റ്റൻഡഡ് വാറണ്ടിയെ കുറിച്ചൊന്നും കമ്പനി പറഞ്ഞിട്ടില്ല. റീഫണ്ടബിൾ എമൗണ്ട് ആയ 5,001 രൂപ കൊടുത്ത് TVSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ TVSന്റെ 2 വീലർ ഷോറൂം വഴി നമുക്ക് ഈ വണ്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. കൃത്യമായ ഒരു ധാരണ ഇല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ ഓൺലൈൻ വഴിയൊന്നും ബുക്ക് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്ന ഒരു കാലമാണിത്. TVSന്റെ ഷോറൂം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് ഷോറൂമിൽ തന്നെ പോയിട്ട് ബുക്ക് ചെയ്യണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ദീപാവലി സമയത്തായിരിക്കും ഓർബിറ്ററിന്റെ ബുക്ക് ചെയ്തവർക്കുള്ള ഡെലിവറി തുടങ്ങുക എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് നവംബറിൽ. തുടക്കത്തിൽ എന്തായാലും ഒരുപാട് പേര് വണ്ടി എടുക്കും. അതുകൊണ്ട് വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1-2 മാസം കാത്തിരുന്നതിന് ശേഷം ഈ വണ്ടി വാങ്ങിച്ചവരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രം ഈ വണ്ടി വാങ്ങിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക എന്നാണ്. അങ്ങനെ ഞാൻ പറയാനൊരു കാരണം കൂടിയുണ്ട്. TVS ഓർബിറ്ററിന്റെ കാര്യത്തിൽ ചെറിയൊരു സംശയം എനിക്കുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഒരു സംശയം മാത്രമായിരിക്കാം. അതായത് ഈ വണ്ടിയുടെ മാക്സിമം മോട്ടോർ പവർ 2.5 kWh ആണ്. ആക്സിലറേഷൻ കുറവാണ്, ഗ്രേഡിബിലിറ്റിയും കുറവാണ്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 0 മുതൽ 40 km/h സ്പീഡ് മറികടക്കാൻ 6.8 സെക്കൻഡ്സ് ആണ് വേണ്ടത്. അത് സത്യത്തിൽ വളരെ കൂടുതലാണ്. അതേപോലെ 7 ഡിഗ്രി ഗ്രേഡിബിലിറ്റിയും വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ ചെറിയൊരു സംശയം ഇതാണ്, ഒരു ആവറേജ് കയറ്റത്തിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് വണ്ടി നിർത്തി വീണ്ടും എടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് എത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും റേഞ്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും പേടിക്കേണ്ടി വരില്ല. കാരണം മോട്ടോർ പവറും ആക്സിലറേഷനും കുറവായതുകൊണ്ട് ബാറ്ററി അധികം കൺസ്യൂം ചെയ്യില്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഓടിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞ IDC റേഞ്ചിന് അടുത്ത് വരെ കിട്ടാനും സാധ്യതയുണ്ട്. നമ്മളിപ്പം ഏതൊരു വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിലും ആ വണ്ടിയെക്കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വണ്ടി ഉപയോഗിച്ച വ്യക്തികളിൽ നിന്നുമാണ്. ശരിയല്ലേ? അനുഭവസ്ഥരാണ് ഏറ്റവും വലിയ സത്യം.